നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ മാസത്തിലെ 12 രാശിക്കാരുടെയും സാമ്പത്തിക രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കൂടി വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാസം സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ സമയമായിട്ട് മാറാനുള്ളൊരു സാധ്യതയാണ് ഓരോ രാശിക്കാർക്കും കാണുന്നത്. ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. സാമ്പത്തികമായിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നു എന്നും അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങൾക്കായിട്ട് എന്താണ് കാത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേടം രാശിയിലേക്ക് കടക്കാം. മേടം രാശിക്കാർക്ക് ഈ മാസം സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ അനുകൂലമായ ഒരു സമയമായിട്ടാണ് കാണുന്നത്. പല മേഖലകളിലും വരുമാനം ഗണ്യമായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഒരുങ്ങി നിൽക്കുന്നത്. എന്നിരുന്നാലും അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ നിയന്ത്രിച്ചിട്ട് ദീർഘകാല ഒരു എന്താ പറയാ സേവിങ്സിനൊക്കെ മുൻഗണന നൽകുന്നത് ഏറെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഭാവിയിൽ മാറും. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ഈ മാസം സാധാരണയായിട്ട് നോക്കുകയാണെങ്കിൽ ശക്തമായ സാമ്പത്തിക സ്ഥിരതയാണ് അനുഭവപ്പെടുന്നത്. കുടുംബ ചിലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക അവസ്ഥ നല്ല നിലയിൽ നിങ്ങൾക്ക് തുടരുന്നതായിട്ടാണ് കാണുന്നത്. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങൾക്ക് കുറച്ച് മന്ദഗതിയിലുള്ള തിരിച്ചടി ഉണ്ടാവാമെങ്കിലും നമ്മുടെ വരുമാനം സ്ഥിരമായിട്ട് ഉയരുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾക്ക് കാണുന്നത്. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഈ മാസം പലതരത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങളാണ് അനുഭവപ്പെടുക. ബിസിനസ് മേഖലയിൽ നല്ല നേട്ടങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ അമിതമായിട്ട് ക്രെഡിറ്റ് നൽകുന്നതും അപകടകരമായ ഒരു ധനകാര്യ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഈ സൂക്ഷ്മത നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ എന്താ പറയാ സന്തോഷവും സമാധാനവും ഒക്കെ നേടിത്തരുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടക രാശിക്കാർക്ക് ഈ മാസം ജോലി രംഗത്ത് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ ശക്തമായിട്ടായിരിക്കും മാറുക. കൂടാതെ ഭാവിയിലും നല്ല വളർച്ചയുടെ സൂചനകളൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ചെറിയ കാര്യങ്ങളെയും എന്താ പറയുക ലഘുവായിട്ടൊന്നും കാണാതെ ജാഗ്രത പാലിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചെറിയ ചെറിയ പിഴവുകളൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങളെ നയിക്കുക. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം സൃഷ്ടിപരമായ കാര്യങ്ങളിലൊക്കെ പണം ചിലവാക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. വരുമാനം മെച്ചപ്പെടുന്നുവെങ്കിലും ആഡംബര ചെലവുകൾ ഉയരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബജറ്റിൽ ചില മാറ്റങ്ങളൊക്കെ നേരിടേണ്ടി വരും. കൂടാതെ എന്താ പറയുക അത്യാവശ്യ ആവശ്യങ്ങൾക്കായിട്ട് അധിക ചെലവുകൾ നടത്തേണ്ട ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ഈ മാസം മികച്ച സാമ്പത്തിക നിലയാണ് അനുഭവപ്പെടുക. ദീർഘകാലമായിട്ട് കാത്തിരുന്ന വിവിധ മാറ്റങ്ങളൊക്കെ ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കൂടാതെ അവ എന്താ പറയാ ഉയർന്ന വളർച്ചയിലേക്കാണ് നിങ്ങളെ നയിക്കുക. നിങ്ങളുടെ ബജറ്റ് പുതുക്കി എന്താ പറയാ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ധനകാര്യ നില ശക്തിയായിട്ട് തന്നെയാണ് തുടരുന്നത്. അടുത്തത് തുലാം രാശിയാണ്. ഇപ്പൊ ഡിസംബർ മാസം എന്താ പറയാ ബിസിനസ് രംഗത്തെ ഏറെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് കാണുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് വരുമാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ജീവിത ശൈലിയിൽ നടക്കുന്ന പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ കൂടുതൽ സന്തോഷങ്ങളാണ് നിങ്ങൾക്ക് പകരുക. സാധ്യമാകുന്ന എല്ലാ വഴികളിൽ നിന്നും സാമ്പത്തിക വളർച്ച അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. അടുത്തത് വൃശ്ചികം രാശി. ഇപ്പൊ ഡിസംബർ മാസം ശക്തമായ സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുന്ന ഒരു കാലമായിട്ടാണ് കാണുന്നത്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല ലാഭം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ധനകാര്യ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കൂടാതെ ദീർഘകാലമായിട്ട് ആസൂത്രണം ചെയ്ത കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടാണ് മുന്നോട്ട് പോവുക. അടുത്തത് ധനുരാശിയാണ്.
ഡിസംബർ മാസം പുതുമകളുടെ ഒരു തുടക്കമായിട്ടാണ് കാണുന്നത്. കൂടാതെ ഈ മാറ്റങ്ങളൊക്കെ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. ധനകാര്യ സമ്മർദ്ദങ്ങളൊക്കെ ഗണ്യമായിട്ട് കുറയും. എന്നാൽ ചില അനാവശ്യ സമ്മർദ്ദങ്ങൾ ജീവിതത്തിലെ മറ്റ് മേഖലകളിൽ ഉണ്ടാവുന്നതായിരിക്കും. അത് നിങ്ങളുടെ നേരിയ തോതിൽ എന്താ പറയുക, സാമ്പത്തിക സാഹചര്യത്തിനെ ബാധിക്കും. അടുത്തത് മകരം രാശിയാണ്. ഈ മാസം സാമ്പത്തിക വളർച്ച നല്ലതായിരുന്നാലും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ പാലിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. മൊത്തത്തിലെ ശക്തിയും അനുകൂലതയും ഒക്കെ നിറഞ്ഞ ഒരു സമയമായിരിക്കും ഇത്. നിങ്ങളുടെ കരിയർ മുന്നേറ്റത്തിനൊക്കെ എന്താ പറയുക, കൂടുതൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. വരുമാനമൊക്കെ ഗണ്യമായിട്ട് ഉയരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്കായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു അനുയോജ്യമായ ഒരു ഘട്ടവും കൂടിയാണ്. അടുത്തത് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ സ്ഥിരമായ ഒരു വരുമാനമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളൊക്കെ ഉയരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് ജാഗ്രത തന്നെ നിങ്ങൾ പാലിക്കുക. കൂടാതെ അനാവശ്യ ചെലവുകളിൽ അമിതമായിട്ട് ചിലവഴിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സ്ഥിരതയും സാമ്പത്തിക സുരക്ഷയൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. എന്നാൽ ഓരോ കാര്യത്തിലും കൃത്യമായ ആസൂത്രണമൊക്കെ നിങ്ങൾക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ദീർഘകാലമായിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങൾക്കുള്ള ഒരു വഴിയാണ് ഒരുക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുന്നതും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.